20 ദിവസത്തിലേറെയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ US ഇറാൻ സംഘർഷം ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടാണ് ആണവ യുദ്ധമായി മാറിയത്. അതായത് ന്യൂക്ലിയർ വാർ. എങ്ങനെയാണെന്നറിയണ്ടേ? ഞാൻ വിനയ, പുതിയൊരു ലോക വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് ഒരു ഡെഡ് ലൈൻ കൊടുത്തു. അതെന്താണെന്ന് വെച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവായുധ ഫെസിലിറ്റീസ് എല്ലാം അടിച്ചു നശിപ്പിക്കും എന്ന് ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഒരു വാണിംഗ് കൊടുത്തു. ഓക്കെ, വാണിംഗ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ, സോ വലിയ കാര്യമാക്കിയില്ല. പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ ഇറാന്റെ മേല് ഇസ്രായേലും US ഒരുമിച്ച് ഒരാക്രമണം നടത്തി. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നതാൻസ് ആണവ ഫെസിലിറ്റിയിലേക്കായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ജോയിന്റ് ആയിട്ടുള്ള അറ്റാക്ക്. അവിടെ ലീക്കേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല, ചെറിയ കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായി. എന്നാലും ഫസ്റ്റ് ടൈം ഈ വാറിൽ ഫസ്റ്റ് ടൈം ആണ് ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് നേരെ ഒരു ആക്രമണം വരുന്നത്. ഓക്കെ, ലോകം ചെറുതായിട്ടൊന്ന് ഭയപ്പെട്ടു. പക്ഷെ തീർന്നില്ല. അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഇറാൻ അതിന്റെ പ്രത്യാക്രമണം ആരംഭിച്ചു. അത് അതിലും വലുതായിരുന്നു. ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്ന അവരുടെ നെഗേവ് ഡെസേർട്ടിലെ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്കാണ് ഇറാന്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്നത്. അതും ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബ്സ് വെച്ചാണെങ്കിൽ തിരിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ബാലിസ്റ്റിക് മിസൈൽ വെച്ചാണ്. തൊട്ടില്ല എന്നുള്ള വ്യത്യാസത്തിലാണ് ആ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലേക്ക് ഈ ബാലിസ്റ്റിക് മിസൈൽ പോയി പതിച്ചത്. അവിടെയും ചെറിയ കാഷ്വാലിറ്റീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ IAEA പറഞ്ഞത് വെച്ചിട്ട് അവിടെ ലീക്കേജ് ഒന്നും ഉണ്ടായിട്ടില്ല, റേഡിയേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം സീരിയസ് ആണെന്ന്. ഇൻ കേസ് ആ മിസൈൽ എങ്ങാനും ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ വീണിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണെന്നറിയോ? 300 കിലോമീറ്ററിലധികം റേഡിയസിലായിരിക്കും റേഡിയേഷൻ വികിരണം പകരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും എത്ര ദശലക്ഷം ആളുകളെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടതാണ് ഹിരോഷിമയിൽ വന്ന അറ്റാക്കിന്റെ പ്രതിഫലനങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കും. ഇതെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഏരിയയെ ഫുള്ള് വിഴുങ്ങാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും ആ ഒരു ആക്രമണം ഏൽക്കാൻ പോകുന്നത്. സോ ഒറ്റ രാത്രി കൊണ്ടാണ് സാധാരണഗതിയിൽ സൈനിക യുദ്ധമായിക്കൊണ്ടിരുന്ന ആ യുദ്ധം ആണവ യുദ്ധമായി മാറിയത്. അപ്പോൾ പുതിയൊരു ന്യൂസിലേക്ക് വരും വരെ എല്ലാവർക്കും നന്ദി.